9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠമാണ് ബൂട്ടി കാക്കി. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരനായ പ്രേംചന്ദിൻ്റേതാണ് ഈ രചന. ബൂട്ടി എന്ന് പറഞ്ഞാൽ പ്രായമായ, കാക്കി ഇളയമ്മ, അവരുടെ കഥയാണിത്. നമുക്ക് ശ്രദ്ധിക്കാം. ആധുനിക हिंदी साहित्य के कालगेयी कथाकार प्रेमचंद की एक मार्मिक कहानी है ബൂട്ടി കാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ ഹൃദയസ്പർശിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മാനവീയ കരുണാക്കി, അതായത് മനുഷ്യത്വപരമായ കാരുണ്യം, ഈ മാനവസെ ഓത്പ്രോത് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഇഴുകി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന. ഇസ് കഹാനി മേ ബുഢാപ്പേ കി സമസ്യ കോ പ്രസ്തുത് കിയാ ഗയാ ഹേ, ഇതിൽ ആധാരമാക്കി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വൃദ്ധജനോं की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर कहानी इशारा करती है. യഥാർത്ഥത്തിൽ അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയിട്ട് അവരെ ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥിതിയിലാണ് കണ്ടുവരുന്നത്. അത് ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്, ഏത് കാലത്തും അങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ബൂട്ടി കാക്കിക്കോ വിധവ ഹുയെ 5 വർഷം ഹോ ചുകേ ഹെ, അവർ വിധവയായിട്ടതുണ്ട് 5 വർഷമായിട്ടുണ്ട്. ഉസ്കെ ജവാൻ ബേട്ടയ്ക്ക് ഭി അകാല മൃത്യു ഹുയെ, അകാല മൃത്യു എന്ന് പറഞ്ഞാൽ ആയുസ് ആവുന്നതിന് മുൻപേ മൃത്യു സംഭവിച്ചു, മരിച്ചുപോയി. ഇസ് സംസാർ മേ ബുഢി കോ അപ്പന കഹനെ വാല കോയി നഹി, അപ്പോൾ അവർക്ക് സ്വന്തമെന്ന് പറയാൻ അത്രയ്ക്ക് അധികം ആരുമില്ല, ഏറ്റവും അടുപ്പമുള്ളതായിട്ട് ആരുമില്ല. കാക്കി അപ്പനി സാരി സമ്പത്തി ഭതീജെ കെ നാം കർവാക്കർ ഉസ്കെ സാത്ത് രഹത്തി ഥി, അപ്പം അനന്തവർക്ക് കൊടുത്തിട്ട് അവരോടൊപ്പമാണ് നമ്മുടെ കാക്കി താമസിക്കുന്നത്. സാത്ത് രഹത്തി ഥി. ഇൻസാൻ കെ ലാലച്ച് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം. കി കോയി സീമ നഹി ഹോത്തി, സീമകളില്ല, അതിരുകളില്ല. എന്തിന്? അത്യാഗ്രഹത്തിന്. പൃഥ്വിരാം ഔർ രൂപ അപ്പനി കാക്കി കെ പ്രതി തബ് തക് ബഹുത് അച്ഛേ രഹത്തെ ഹെ ജബ് തക് കി വഹ ഉനെ അപ്പനി സാരി സമ്പത്തി ഉപഹാർ മേ നഹി ദേ ദേത്തി. അതായത് ബുദ്ധിരാമും അയാളുടെ ഭാര്യ രൂപയും ഇവരുടെ സ്വത്ത് മേടിക്കുന്നിടം വരെ വളരെ നല്ലതായിരുന്നു. പക്ഷേ മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും തനിനിറം എടുക്കാൻ തുടങ്ങി അവരെ ഉപേക്ഷിക്കുന്ന സ്ഥിതി വരെയായി. വേ ലോഗ് ബാത്ത് ബാത്ത് പർ ബൂട്ടി കാക്കി കാ അപമാൻ ഓർ തിരസ്കാർ കർത്തേ ഥേ, അവരെ ഉപദ്രവിക്കുകയും അവരെ ഉപേക്ഷിക്കുകയും വരെ ചെയ്തു, ഭക്ഷണം പോലും കൊടുക്കാതെ. ഭർപേട്ട് ഭോജൻ എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം പോലും കൊടുക്കാതെ. പി വഹ് വഞ്ചിത് ഥി, അവരെ ചീറ്റ് ചെയ്തു, വഞ്ചിച്ചു. ജോ റിശ്തെ ദീലി ബുനിയാദ് പർ ടിക്കെ ഹോത്തെ ഹെ വേ റിശ്തെ ഹി ഖത്ത് ഹോ ജാത്തെ ഹെ. ചോട്ടി ലഡ്കി ലാഡിലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടിയാണ് ഇവർക്ക് ഭക്ഷണവും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കിയിരുന്നത്. അത്ര പോലും ഈ സ്വത്ത് കൈക്കലാക്കിയവർക്ക് മനുഷ്യത്വമില്ലായിരുന്നു. മുൻഷി പ്രേമചന്ദ് की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक ലഘു ഫിലിം, ഗുൽസാറിൻ്റെ ഒരു ചിത്രമാണിത്, പ്രേംചന്ദിൻ്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ട്. അപ്പം മാർമിക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹൃദയസ്പർശിയായ. അതുപോലെ തന്നെ അവിസ്മരണീയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള. അപ്പം നമുക്ക് ഈ മനുഷ്യത്വപരമായ ഒരു കാരുണ്യം നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണിത്. നമ്മുടെ സ്വത്ത് മൊത്തം കൈക്കലാക്കിയിട്ട് അവർ നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. അതാണ് ഈ ബൂട്ടി കാക്കിയുടെ കഥ.
നമുക്ക് നോക്കാം. ഇനി അടുത്തത് എന്താണ്? അതിൻ്റെ വലത്തെ പേജ് ഒന്ന് ശ്രദ്ധിക്കൂ. ഷസ്തി അഥവാ ബ്ലർവ് ക്യാ ഹെ. ബ്ലർവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബ്ലർവ് കിസി പുസ്തക, സിനിമ യാ അന്യ सृजन कार्य के प्रचार के लिए लिखे जाने वाले പ്രേരക സാരാംശ് ഹെ. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പുസ്തകമൊക്കെ എഴുതുന്നുണ്ടെ അതിൽ, അല്ലെങ്കിൽ സിനിമയുടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൃഷ്ടികളുടെ ഈ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒന്ന് ചുരുക്കി സംഗ്രഹമായിട്ട് എഴുതി വയ്ക്കാറുണ്ട്. അതിനാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ब्लर्ब में किताब या फिल्म इससे संबंधित महत्वपूर्ण बातों को ही शामिल किया जाता है. അപ്പം അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കി തന്നെ അതിനകത്തിൽ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിരിക്കും. ആ രചനയെക്കുറിച്ചും അതിൻ്റെ ഒരു ചെറിയൊരു ഹ്രസ്വ വിവരണം എന്നാണ് പറയുന്നത്. इसमें रचना और रचनाकार से संबंधित संक्षिप्त विवरण शामिल होगा. किसी लेख प्रिय पात्र हो तो उसका भी जिक्र करना अच्छा होगा. ब्लर्व आम तौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ വിവരണങ്ങൾ അതിനകത്തിലുണ്ടായിരിക്കും. അത് ജനപ്രീതി ആർജിച്ച കഥാപാത്രങ്ങളാണെങ്കിൽ അവരെ കൂടെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ബ്ലർബ് അത് പ്രിൻ്റ് ചെയ്യുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അതായത് സംഗ്രഹമായിട്ട് തന്നെ, അതായത് നമുക്കിത് കാണുന്ന ഉടനെ സിനിമയാണെങ്കിൽ അത് കാണാൻ തോന്നണം, അതുപോലെ തന്നെ പുസ്തകമാണെങ്കിൽ അത് വായിക്കാൻ തോന്നണം. ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് അതിൻ്റേതായ രീതിയിലാണ് അത് രചിക്കപ്പെട്ടിരിക്കുന്നത്. ब्लर्ब के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. അതെ, നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ വായനക്കാരെ അതിലേക്ക് ആകർഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ब्लर्ब पढ़ते ही पाठक या दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाए. അപ്പോൾ ഇത് ഈ ഒരു ചെറിയൊരു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ചെറിയൊരു സംഗ്രഹം കണ്ടു കഴിഞ്ഞാൽ ഉടൻ നമുക്കത് കാണാനോ വായിക്കാനോ ഉള്ള ഒരു ആവേശം, ഉത്കണ്ഠ തോന്നണം. इस दृष्टि से देखा जाए तो ब्लर्ब स्वयं ही एक सूचनात्मक कार्य है. അതിന് വേണ്ട കാര്യങ്ങളായിരിക്കും അതിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. इसकी भाषा और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाए. എന്ന് പറഞ്ഞാൽ ബ്ലർബ് തന്നെ ഒരു സർഗാത്മക സൃഷ്ടിയാണ്. അതിനകത്തിലെ ഭാഷ, പിന്നെ അതിനകത്തിലെ അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അതിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ആ പുസ്തകമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വായിക്കണം എന്നുള്ള, അല്ലെങ്കിൽ സിനിമയാണെങ്കിൽ അതൊന്ന് കണ്ടേ മതിയാകൂ എന്ന് തോന്നത്തക്ക രീതിയിൽ വളരെ അട്രാക്റ്റീവായിട്ടാണ് അതിൻ്റെ രചനാശൈലി. നമുക്ക് ഗോദാൻ എന്ന് പറയുന്ന അടുത്ത പേജിൽ ഒന്ന് നോക്കുക. പ്രേംചന്ദ് के उपन्यासों में एक तरफ तो किसान जीवन का विशद चित्रण मिलता है, वहीं दूसरी ओर अपने पतनशील और उदीयमान सामाजिक शक्तियों की असाधारण पहचान दिखाई देती है. എന്ന് പറഞ്ഞാൽ കിസാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി നമ്മൾ വായിക്കുന്ന ഉടനെ ഈ കർഷക ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് അതിനകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ എതിർവശത്ത് അവരുടെ പരാധീനതകളും അവരെ ഈ ജമീന്ദന്മാരും അങ്ങനെയുള്ളവരൊക്കെ അവരുടെയൊക്കെ ചതികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഗോദാൻ അനേക അർത്ഥവും സർവഥ അനൂഠി രചനയൊക്കെ, അതൊരു വളരെ ഗംഭീരമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു രചനയാണ്. ഇസ്മേ മുനാഫെ ഔർ മെഹനത്ത് എന്ന് പറയും കി
दुनिया के बीच गहराती खाई को उन्होंने बड़ी बारीकी से चित्रित किया है. അതായത് ഇതിൽ നമ്മുടെ ഈ ഇവരുടെ എന്താ പറയുന്നത്, കർഷകരുടെ അവരുടെ അധ്വാനത്തിൻ്റെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൻ്റെ ആഴങ്ങൾ അവർ ചിത്രീകരിക്കുന്നുണ്ട്, സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലോകത്തിലുള്ള മറ്റ് ഈ കർഷക കഥാപാത്രങ്ങളെ ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം തന്നെ അവരെ എന്താ പറയുന്നത്, ഈ വഞ്ചിക്കുന്ന കാര്യങ്ങളും കൂടിയാണ് അതിനകത്തിൽ ചേർത്തിട്ടുള്ളത്. गोदान में अनेक किसान पात्रों को उभार कर रखने के बदले उनका ध्यान होरी पर केंद्रित रहा है. അദ്ദേഹത്തിൻ്റെ ഹോരിയിൽ എന്താ പറയുന്നത്, കർഷക കഥാപാത്രങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം തന്നെ ഹോരിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഭൂവുടമകളുടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. उसके चरित्र में उन तमाम किसानों की विशेषताएं मौजूद जो जमींदारों और महाजनों की धीमे धीमे किंतु बिना रुके चलने वाली चक्की में पिसने के लिए അഭിശപ്ത് ഹേ. അതൊരു അഭിശപ്തമായ ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇവരുടെ എല്ലാം ഈ ഭൂവുടമകളുടെയും അങ്ങനെയൊക്കെയുള്ള ഉയർന്ന ആൾക്കാരുടെ ഇവരോടുള്ള സമീപനങ്ങളും എല്ലാമാണ്. മില്ലിൽ പൊടിക്കാൻ കൊണ്ടിടുന്ന പോലെയുള്ള കർഷകരുടെ ചില പ്രശ്നങ്ങളും എല്ലാം ഇതിനകത്തിൽ വിവരിക്കുന്നുണ്ട്. बार बार पढ़ने के बाद भी इस रचना की ताजगी खत्म नहीं होती, यह इसकी महानത है. ഇത് നമുക്ക് എത്ര പ്രാവശ്യം വായിച്ചാലും ഇതിൻ്റെ പുതുമകൾ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അത്രയ്ക്ക് ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രചനയുള്ളത്. ഇപ്പം നമുക്ക് ബുദ്ധിക്കാക്കി എന്നുള്ള ആ ഒരു പാഠം വളരെ നന്നായി മനസ്സിലാക്കി കാണുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻസായിട്ടിടാം. അടുത്ത ഒരു പാഠവുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു.